നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുടർച്ചയായ 7.5 വർഷത്തെ ഭരണം അത് 10 വർഷം വരെ എത്തിക്കും. അത് കഴിഞ്ഞാൽ പിന്നീടും 2026 അധികാരം ലഭിക്കും എന്നുള്ളതിൻ്റെ അഹങ്കാര തിമിർപ്പിലാണ് ഇപ്പോൾ ഇടതുപക്ഷം നിൽക്കുന്നത്. അതിന് കിട്ടിയ ഒരു തക്കതായ ഒരു മറുപടിയിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അത് മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ പിണറായി വിജയൻ്റെ മുഖത്തു നോക്കി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്നേ വരെ ഒരു സാംസ്കാരിക നായകരും കേരളത്തിലെ ഒരെഴുത്തുകാരും എഴുത്തുകാരികളും പുരോഗമന ചിന്താവാദികളും ഒന്നും തന്നെ ചോദിക്കാത്ത ചോദ്യമാണ് ഇവിടെ MT ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. പണ്ട് വിജയൻ മാഷി ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ പലതരത്തിലും ഈ പിണറായി വിജയൻ തന്നെ ഒതുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ MT ചോദിച്ചു, ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമാണ് അധികാരമെന്ന സിദ്ധാന്തത്തെ പണ്ടെങ്ങോ നമ്മൾ കുഴിവെട്ടി മൂടിയെന്ന വിമർശനവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്ന് MT തുറന്നടിച്ചു. കോഴിക്കോട്ടൊരു സാഹിത്യോത്സവ ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ MT എന്ന എഴുത്തുകാരൻ നടത്തിയ ഈ രൂക്ഷ വിമർശനം. MT പറഞ്ഞത് ഇങ്ങനെയാണ്: രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. നമുക്കറിയാം, എപ്പോഴും ഏത് കാലത്തും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ഈ ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോഴാണ്. അങ്ങനെ ഒരു ചെറിയ പ്രതീക്ഷ 2016 നമുക്കറിയാം, 1957 ലോകത്താദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. പക്ഷേ ഏറെ പ്രതീക്ഷകളൊന്നും തന്നെ സഫലമാക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണല്ലോ പിൽക്കാലത്ത് ONV ചോദിച്ചത്, എവിടെയാ വാഗ്ദത്ത ഭൂമി എന്ന്. ഇവിടെ ഇപ്പോൾ വാഗ്ദത്ത ഭൂമി നമ്മൾ ചോദിക്കുന്നില്ല. അഴിമതിയും അതിനപ്പുറമായിട്ടുള്ള ജനങ്ങളെ ആട്ടിപ്പായിക്കലുമല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. അതാണ് MT തുടങ്ങി വെച്ചത്. മൂല്യച്യുതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരംഗീകൃത മാർഗമാണ്. എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ ലക്ഷ്യം നേടി എന്ന അലംഭാവത്തിൽ എത്തപ്പെട്ടവരുണ്ടാവാം. ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ടുപെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരം എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമാരാധ്യനും മഹാനായ നേതാവുമാകുന്നത്. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്നും ശ്രമിച്ചത്. നേതൃപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെ. റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു. ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം. ഭരണാധികാരികൾ എറിയുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനും ഇവിടെയില്ല. EMSന് കേരളത്തെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടായിരുന്നു. MT വാസുദേവൻ നായർ ഇത് പറയുമ്പോൾ വേദിയിൽ മരുമകൻ മുഹമ്മദ് റിയാസ് വലിയ ഈ ഇടതുപക്ഷ എഴുത്തുകാരനായിട്ട്, എന്തിന് നമ്മുടെ ഈ ഭരണാധികാരികളുടെ ഉച്ഛിഷ്ടം തിന്നു കിടക്കുന്ന എഴുത്തുകാരനായ സച്ചിദാനന്ദ മഹാകവികൾ, നർത്തകി മല്ലിക സാരാഭായി തുടങ്ങിയവരൊക്കെ വേദിയിലുണ്ടായിരുന്നു. MTയുടെ ഈ പ്രഭാഷണം കഴിഞ്ഞ ഉടൻ തന്നെ കാരണഭൂതൻ സ്ഥലം വിടുകയും ചെയ്തു. അദ്ദേഹം MTയെ ഇനി എന്ത് ചെയ്യാൻ? MTയുടെ അടുക്കലാണോ കളി? MT പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. അദ്ദേഹം എഴുത്തിൽ, കഥയിലും നോവലിലും ഒക്കെ അളന്നു കുറിച്ച് തൂക്കിയാണ് വാക്കുകളെടുത്ത് പ്രയോഗിക്കുന്നത്. അതുപോലെ തന്നെ അളന്നു കുറിച്ച് തൂക്കി തന്നെയാണിപ്പോൾ ഈ കാരണഭൂതനെ ഇരുത്തിക്കൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതിന് മറുപടി പറയുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്.